നമുക്ക് ശരിക്കും ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാര്യം പറഞ്ഞെങ്കിൽ അതൊരൊറ്റ വേർഡാവും ചിലപ്പോൾ. ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്, കണക്ട് യുവർ സ്പൈൻ. ഒരു സ്പാർക്ക് എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെയില്ല. പക്ഷേ പിന്നെ ഒരു 10-30 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാനൊരു കമ്പനിയുടെ ഹെഡ് ലെവലിലേക്ക് വന്നു. 35 വയസ്സിലെ ഒരു കൺട്രിയുടെ ഹെഡായി ഞാൻ എഴുതിയത് ഐ വോണ്ട് ടു ബി എലോൺ എന്നാണ്, ഒറ്റയ്ക്കാവണം എന്നാണ് എഴുതിയത്. അത് പക്ഷേ അത് ഞാൻ ഇത് ഉറപ്പായിട്ടും പറയാം, അതങ്ങനെ ചിന്തിച്ച് എഴുതിയതൊന്നുമല്ല. നമ്മളിപ്പോൾ സ്പൈനിനെ കുറിച്ചിട്ട് ഒരു ബോധമുണ്ട് വിചാരിക്കുക, അത് മെഡിറ്റേഷനല്ല. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ സ്പൈനിന് ബോധം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാൻ പറ്റും. അങ്ങയെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കേരളത്തിൽ അങ്ങയുടെ ഒരു സാന്നിധ്യം, അങ്ങയുടെ ഒരു ആശ്രമം അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങാണ് ഇന്ന് ഗസ്റ്റായി വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ 3 പേരോളം എന്നോട് ചോദിച്ച ചോദ്യമാണ് ഇത്. അങ്ങയോട് ചോദിക്കണം, എന്തുകൊണ്ട് കേരളത്തിൽ ഒരു ആശ്രമം സ്ഥാപിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ പ്ലാൻ ചെയ്തില്ല എന്നേ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. അത് ഞാൻ അങ്ങനെ ഒരു ഫോക്കസിൽ പോയിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് കണക്ട് ചെയ്യുന്നുണ്ട്. അവർ പല സ്ഥലത്ത് തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുംഭമേളയിൽ ആയിരക്കണക്കിന് ആൾക്കാർ വന്നില്ലേ, നമ്മുടെ മോഹൻജി വില്ലേജ് ഉണ്ടായിരുന്നല്ലോ, ആയിരക്കണക്കിന് ആൾക്കാർ വന്നല്ലോ. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് കണക്റ്റഡ് ആവുന്നുണ്ട്. അതിപ്പം എവിടെയാണെങ്കിലും അവർ വരുന്നുമുണ്ട്, കാണുമെന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതെ, ഒരു സ്പേസിനേക്കാളും കൂടുതൽ ആ ഒരു കണക്ഷനാണ് വാല്യൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉറപ്പായിട്ടും. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, അങ്ങയുടെ പൂർവാശ്രമം അങ്ങ് പല കഥകളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രേക്ഷകർക്ക് അറിയുന്നവർക്ക്, മോഹൻജി അറിയുന്നവർക്ക് അങ്ങയുടെ കഥകൾ അറിയാം എന്നുള്ളതാണ്. നോക്കൂ, എപ്പോഴെങ്കിലും ഈ പൂർവാശ്രമത്തിൽ ഒരിക്കലും അങ്ങ് ഒരു സ്പിരിച്വൽ പാതയിലൂടെ സഞ്ചരിക്കുമെന്ന് ചിന്തിച്ചിട്ടേ എവിടെയെങ്കിലും ഒരു സിഗ്നൽ? വെൽ, തുടക്കത്തിൽ ഞാൻ പറയാം, ഒരു 5 വയസ്സ് 6 വയസ്സിലൊക്കെ നമ്മൾ സ്കൂളിൽ ചോദിക്കുമല്ലോ, വലുതാവുമ്പോൾ നിങ്ങൾക്ക് എന്താവണമെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഐ വോണ്ട് ടു ബി അലോൺ. എനിക്ക് ഒറ്റയ്ക്കാവണം. അതെന്തിനാ എഴുതിയെന്നൊന്നും എനിക്കറിയില്ല. അതൊന്നും 5 വയസ്സിൽ 6 വയസ്സിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് എഴുതുന്നല്ലോ. പക്ഷേ അപ്പോൾ ടീച്ചർ എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു, ഈ കുട്ടി മറ്റുള്ള കുട്ടികളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, വേറെ സ്കൂളിലേക്ക് മാറ്റുന്നതാണ് നല്ലത്, ബുദ്ധിക്ക് കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞു. കുറവുണ്ടെന്നാണ് പറഞ്ഞത്? അതെ, കാരണം എന്താ വെച്ചാൽ എല്ലാവരും എഴുതുന്ന പൈലറ്റ് ആവണം, ഡോക്ടർ ആവണം, സോൾജിയർ ആവണം എന്നൊക്കെയാണ്. ഞാൻ എഴുതിയത് ഐ വോണ്ട് ടു ബി എലോൺ എന്നാണ്, ഒറ്റയ്ക്കാവണം എന്നാണ് എഴുതിയത്. അത് പക്ഷേ അത് ഞാൻ ഇത് ഉറപ്പായിട്ടും പറയാം, അതങ്ങനെ ചിന്തിച്ച് എഴുതിയതൊന്നുമല്ല. ആ സമയത്ത് എന്ത് ചിന്തിക്കാൻ? അല്ല, ഞാൻ എൻ്റെ ചോദ്യം അതാണ്. അങ്ങ് ചിന്തിച്ചിരുന്നറിയാം, എന്തെങ്കിലും ഇന്ന് മനസ്സിലാകുന്നുണ്ടാകുമായി ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായിരിക്കാം, ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും. അതേപോലെ ചെയ്യണമെന്ന് അതുണ്ടാവാമല്ലോ. പക്ഷേ എന്നിട്ട് അപ്പോൾ എൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, അമ്മയുടെ അച്ഛൻ. അദ്ദേഹത്തിനോട് അമ്മ പോയി പറഞ്ഞു. അച്ഛൻ, എൻ്റെ ഫാദർ വളരെ ബിസിയായിരുന്നു, ഓർത്തോപെഡിക് സർജൻ ആയിരുന്നു, പോലീസ് ഡോക്ടർ. അപ്പോൾ വളരെ വളരെ ബിസിയാണ്, ഞങ്ങൾ കാണുന്നു ഇൻട്രാക്ട് ചെയ്യുന്നു വളരെ കുറവായിരുന്നു. അപ്പോൾ അമ്മ ഗ്രാൻഡ് ഫാദറിനോട് പോയി പറഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, നിനക്കറിയാൻ വയ്യ, ഒരു ദിവസം ഇവൻ ലോകം മുഴുവൻ അറിയപ്പെടും, നമ്മുടെ ഫാമിലി മാത്രമല്ല പല ഫാമിലികളും ഇവൻ കാരണം അറിയപ്പെടും എന്ന് പറഞ്ഞു. അവിടെ വെറുതെ വിട്ടാൽ മതി, ഒന്നും ഉപദ്രവിക്കേണ്ടെന്ന് പറഞ്ഞു. അത് എന്നെ ഹെൽപ്പ് ചെയ്തു, കാരണം ആ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. പിന്നെ അങ്ങനെ അപ്പോൾ ഒരു സ്പാർക്ക് എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെയില്ല. പക്ഷേ പിന്നെ ഒരു 10-30 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാനൊരു കമ്പനിയുടെ ഹെഡ് ലെവലിലേക്ക് വന്നു. 35 വയസ്സിലെ ഒരു കൺട്രിയുടെ ഹെഡായി ഞാൻ. ആ സമയത്ത് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്, ഈ കാണുന്ന കാര്യത്തിലൊന്നും വാല്യൂ ഇല്ല. അന്ന് ചിന്തിച്ചു തുടങ്ങി. കാരണം ഇതെല്ലാം ഫ്ലീറ്റിംഗ് ആണ്. നമ്മൾ ഒരു ദൃശ്യം, ഒരു ശബ്ദം, ഒരു സ്വാദ്, ഇതൊന്നും ശാശ്വതമല്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇതൊക്കെ നമ്മൾ എത്രയായാലും ഇനിയും വേണം. അതെന്നിട്ട് എവിടെ എത്തണില്ല, അതിലൊരു അഗാധമായ സംതൃപ്തിയില്ല. ആ ഒരു സമയത്താണ് ഞാൻ മോള് മരിച്ചു പോയത്. അപ്പോഴാണ് ഞാൻ പിന്നെ ഹിമാലയത്തിൽ പോയത്. ജീവിതത്തിൻ്റെ ഒരു തിരിവ് അവിടെയാണ്. ആ തിരിവ് അവിടെയാണ്. കാരണം അതെന്താ വെച്ചാൽ അപ്പം അത് പിന്നെ 100%, കാരണം എൻ്റെ കയ്യിലൊന്നുമില്ല, കൺട്രോളിലൊന്നുമില്ല. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ഓൺ ചെയ്യേണ്ടെന്നുള്ള ഒരു മിഥ്യാധാരണയിലല്ലേ പലപ്പോഴും. ഉറപ്പായിട്ടും അതെന്ന് കൈവിട്ടുപോയി, കംപ്ലീറ്റ്ലി കൈവിട്ടുപോയി. കാരണം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം 100% ഹെൽപ്ലെസ്സാണ്. ആ ഹെൽപ്ലെസ്നെസ്സിനകത്ത് എനിക്ക് തോന്നി, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ എന്നെ പിടിച്ച് താത്തും, അതായത് ദുഃഖിപ്പിക്കും കൂടുതൽ. അതായത് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യണ്ടേ, ഈ ഇൻസിഡൻ്റൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിന്നെയും പറയേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് വിടുക നല്ലത്. അങ്ങനെ ഒരു എസ്കേപ്പിസ്റ്റ് ലെവലിലാണ് ഫസ്റ്റ് ഹിമാലയത്തിൽ പോയത്. പക്ഷെ അവിടെ പോയതിന് ശേഷം കൂടുതൽ എനിക്ക് ഒരു വ്യക്തത വന്നു, എന്ത് ചെയ്യണം ഈ ലോകത്ത്. അതായത് ഞാൻ അറിയാത്തൊരു സൈഡ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി, അറ്റ്ലീസ്റ്റ് മിനിമം. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് ഈ കമ്മ്യൂണിയൻസ് വന്നതും മാസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യുന്നതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ്. അന്ന് എനിക്ക് ഗുരു ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് ഒരൊറ്റ ഇൻസ്ട്രക്ഷനേ കിട്ടിയുള്ളൂ, കണക്ട് യുവർ സ്പൈൻ. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, വലിയ ലൈഫ് ചേഞ്ചിങ് കാര്യങ്ങൾ വരുന്നത് ഒരു വേർഡിലായിരിക്കാം, മാക്സിമം ഒരു സെൻറ്റൻസിലായിരിക്കാം. വലിയ ഒരു പാരഗ്രാഫ് ഇൻസ്ട്രക്ഷൻ ഒന്നും വരില്ല, അത് ലൈഫ് ചേഞ്ചിങ് ആവില്ല.
നമുക്ക് ശരിക്കും ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാര്യം പറഞ്ഞെങ്കിൽ അതൊരൊറ്റ വേർഡാവും ചിലപ്പോൾ. ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്, കണക്ട് യുവർ സ്പൈൻ. അത് ഞാൻ എഴുതിയൊരു ബുക്കുണ്ട്, മസ്ത് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഉള്ള ഒരു പോയിന്റും ഉണ്ട്. ക്യാച്ച് ദ സ്കൈ എന്നൊരു ഒറ്റ ഇൻസ്ട്രക്ഷനെ ഗുരുവിൻ്റെ അടുത്ത് കിട്ടിയുള്ളൂ. ആ ഗുരുവിനെ പിന്നെ കണ്ടിട്ടുമില്ല. അത് വെച്ചിട്ട് ആ വ്യക്തി വളരെ ഹൈ ലെവലിലൊരു മാസ്റ്ററായി എന്ന് ഒരു കഥയുണ്ട്, മസ്ത് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോയിന്റ് ഇതാണ്, എനിക്ക് ആ ടേണിംഗ് പോയിന്റ് ഈ ഒരൊറ്റ വാക്കാണ്, ഒരു സെൻറ്റൻസാണ്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രാക്ടീസസ് അതിൽ തുടങ്ങിയത്. അപ്പോൾ ഇതിലിപ്പോൾ സിമ്പിൾ ലോജിക്ക് പറയുകയാണെങ്കിൽ സ്പൈനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല, പുറം വേദന വരുമ്പോഴേ ശ്രദ്ധിക്കൂ. അപ്പം നമ്മളിപ്പോൾ സ്പൈനിനെ കുറിച്ചിട്ടൊരു ബോധമുണ്ട് വിചാരിക്കുക, അത് മെഡിറ്റേഷൻ അല്ല, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ സ്പൈനിന് ബോധം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാൻ പറ്റും നമ്മുടെ അവയർനെസ് ഷിഫ്റ്റ് ചെയ്തതായിട്ട്. നമ്മൾ മുമ്പിൽ കാണുന്ന ഇങ്ങനെയല്ലാണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു വിറ്റ്നസ് ഭാവത്തെ, സാക്ഷി ഭാവത്തിൽ കാണുന്ന ഒരു ഫീലിംഗ് വരും. അത് ആർക്കും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ, ഇത്രയും വലിയൊരു കോംപ്ലിക്കേഷനൊന്നും ഇല്ല. അത് നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെയാണെങ്കിലോ പല വികാരങ്ങളും വിചാരങ്ങളും നമ്മളെ തൊടാണ്ടാവും. കാരണം നമ്മളെല്ലാതിൻ്റെയും മുകളിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വാച്ചിങ് ദ ഷോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു ലേശം മാറ്റമുണ്ട്. അതായത് ഈ ആക്ടിവിറ്റിയിൽ ഉണ്ട് നമ്മൾ, പക്ഷെ അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പിന്നിലും ഉണ്ട്. അപ്പോൾ ആ ഒരൊറ്റ പോയിന്റിലാണ് നമ്മുടെ കംപ്ലീറ്റ് ഷിഫ്റ്റ് വരുന്നത്. ചെറിയൊരു ഗ്യാപ്പ് അത്, പക്ഷെ ആ ഗ്യാപ്പ് നമ്മളെ വേറെ ലൈനിലേക്ക് എത്തിക്കും. ആ ടേണിംഗ് പോയിന്റ് തിരിച്ചറിയാൻ സാധിക്കുന്നവർക്കാണോ ആരാണ് ഞാനെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും? കറക്റ്റായിട്ടും ആ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, ആക്ടിവിറ്റിയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ആ ഒരൊറ്റ ഗ്യാപ്പിലാണ് ഇതെല്ലാം വെച്ചാൽ ആ ഒരു വ്യത്യാസത്തിനകത്താണ് നമ്മൾ മുഴുവൻ നിൽക്കുന്നത്. അതായത് ഫുൾ ഇൻവോൾവായിട്ട് ഞാൻ ചെയ്യണു എന്നുള്ള വ്യക്തിയിൽ നിന്ന് ഞാൻ കാണുന്നു എന്ന് പറയുക, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് വേറെയാണ്. ആ ഒരൊറ്റ മാറ്റത്തിനകത്ത് നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും. അതെ, കാരണം അപ്പം നമുക്ക് നമ്മളെ നമ്മളെക്കുറിച്ച് ആൾക്കാർ എന്ത് വിചാരിക്കുന്നോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുള്ളതോ, അതും കൂടാണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടെന്നൊക്കെ പോയി പോകും. ഓക്കെ, ഒന്നുമില്ല പ്രൂവ് ചെയ്യാൻ, ഒന്നും ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമല്ലോ. അതല്ലാണ്ട് ഞാൻ ഇനി ഇങ്ങനെ മാറ്റിക്കളയാം എന്നൊക്കെ ഞാനത് എപ്പോഴും പറയാറുണ്ട്. നമ്മൾ ലോകത്തിനെ മാറ്റാനൊന്നും പറ്റില്ല, നിങ്ങൾക്ക് ആകെ മാറ്റാൻ പറ്റുന്നത് നിങ്ങളുടെ ഉള്ളിലത്തെ സ്ട്രക്ചറിനെയാണ്. അതായത് ഒരു കോട്ട പോലെയാണ് നമ്മൾ വിചാരിക്കുക. കോട്ടയ്ക്ക് പുറത്ത് ഒരുപാട് ശത്രുക്കളുണ്ട്, യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട്, ഇത് കോട്ട വെട്ടിപ്പിടിക്കാൻ. അകത്തുള്ള ആൾക്കാർ അവരെ സഹായിച്ചാലേ അവർക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവരാരും സഹായിക്കുന്നില്ല വിചാരിക്കുക, ഇവർ പുറത്ത് നിൽക്കും, നമ്മൾ അകത്ത് നിൽക്കും, നമ്മുടെ അകത്ത് സംതൃപ്തിയായിട്ട് നിൽക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു കണക്ഷൻ ഈ പുറത്തെ ലോകത്തായിട്ടുള്ളത് ഈ ഉള്ളിലെ എനിമീസ് വെച്ചിട്ടാണ്. ഇപ്പോൾ അവർ ഡോറ് തുറക്കാനുള്ള അപ്പോൾ തുറന്നാൽ കുഴപ്പമില്ല, അവർ നല്ല ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് തുറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തെ ലോകത്ത് നിന്ന് അകത്ത് കയറി വരുന്നതിന് കയ്യും കണക്കില്ല. അപ്പോൾ ഉള്ളിലത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യണ്ടൂ, പുറത്തെ ഒന്നും അറ്റൻഡ് ചെയ്യണ്ട. ആ ഒരു ലെവലിലേക്ക് നമുക്കൊരു ഡിസ്കണക്ഷൻ വരും പുറത്തെ ലോകവുമായിട്ട്. അത് മാത്രമല്ല ഉള്ളിലെ ലോകത്തിൽ സാറ്റിസ്ഫാക്ഷൻ വരും, നമുക്കത് നല്ലോണം ഫീൽ ചെയ്യും. അത് നമ്മൾ ശരിക്കും നമ്മളൊന്ന് മാനേജ് ചെയ്താൽ ഭയങ്കര വലിയ സ്റ്റെബിലിറ്റി വരും. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ലൈഫിൽ കിട്ടാവുന്ന സ്റ്റെബിലിറ്റിയാണ്. സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ ഇഫക്റ്റീവ് ആവും. കാരണം എന്താ വെച്ചാൽ അതിന് ശക്തിയുണ്ട്, ഫുള്ള് കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് കാര്യവും ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ അതിന് ശക്തി ഭയങ്കര. വെറുതെ കാഷ്വലായി ചെയ്യുക അല്ലെങ്കിൽ ആബ്സെൻ്റ് മൈൻഡോടെ ചെയ്യുമ്പോൾ അതിന് ശക്തിയില്ല. അപ്പോൾ ഇഫക്റ്റീവ്നെസ്സിൻ്റെ റിസൾട്ട് എന്താണ്? സംതൃപ്തിയാണ്, കണ്ടൻമെൻറ്റ്. അപ്പോൾ ഈ ഒരു സൈക്കിള് നമുക്ക് തുടങ്ങണമെങ്കിൽ ഉള്ളിൽ തന്നെ തുടങ്ങണം. അത് പുറത്തെ ലോകമായിട്ട്, അത് മെഡിറ്റേഷൻ എന്നൊന്നും ഞാൻ പറയില്ല, അത് ഒരു നമ്മളായിട്ടൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു സംവാദം മതി. ഞാനുമായിട്ട് ഉള്ളിലേക്ക് തന്നെ എന്ത് ചിന്തിക്കണു, എന്ത് ഫീൽ ചെയ്യണു. അപ്പോൾ നമുക്കറിയാം പുറത്തുനിന്നൊരു ട്രിഗർ ഉള്ളതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യണേ. ഇപ്പം ഞാൻ താങ്കളുമായിട്ട് ഒരു വഴക്കുണ്ട് കൂട്ടുക, ആ വഴക്കിൻ്റെ റെസ്പോൺസ് ഉള്ളിലല്ലേ? അതെ, താങ്കൾ പുറത്താണ്. ഇപ്പം താങ്കൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പുറത്തന്നെ താങ്കൾ ഉണ്ടാവുള്ളൂ, അകത്ത് കയറുന്നില്ല. അപ്പോൾ ഈ ലെവലിലുള്ള ഒരുപാട് ഡിഫറൻസസ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇത് ഗ്രാജുവലാണ്, ഒരു ദിവസം രാവിലെ ആയതല്ല.